നമസ്കാരം, ഞാൻ ശ്രീരാജ്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് യൂട്യൂബിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. എന്തുകൊണ്ട് നമ്മൾ PVC ഫ്ലോറിങ്, അതായത് വിനയൽ മാറ്റ് ഫിക്സ് ചെയ്യാൻ പാടില്ല വണ്ടികളുടെ ഉള്ളിലൊന്ന്. ഫ്ലോറിൽ നമ്മളത് ഇട്ട് കഴിയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം എങ്ങനെ കയറും, ഇതിൻ്റെ അകത്തേക്ക് എങ്ങനെ വെള്ളം കയറും എന്നൊരു ചോദ്യം ഉണ്ടായി. അപ്പോൾ എന്നോട് പേഴ്സണലി കുറച്ച് പേര് വിളിച്ച് ചോദിച്ചു, പിന്നെ നീ അത് ഇപ്പോൾ വെള്ളം കയറുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ, എങ്ങനെ വണ്ടിയിൽ വെള്ളം കയറിയാൽ ഇന്ന പോലെ സംഭവിക്കും, തുരുമ്പൊടിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ വെള്ളം കയറണ ഒരു ഇതും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, എങ്ങനെ കയറും, എന്തുകൊണ്ട് കയറണ്, അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാനൊരു സാധനം കാണിച്ചു തരട്ടെ, അതേ കണ്ടോ. കണ്ട, ഇങ്ങനെയാണ് നോർമലി ഒരു വണ്ടികളിലൊക്കെ വെള്ളം കയറണത്. പിന്നീട് വന്നത് ചിലപ്പോൾ മഴയത്തൊക്കെ തുറന്നിട്ട് ചെറിയ ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ വന്നതൊക്കെയാണ്, ഈ ലീക്കുകളുടെ ഭാഗങ്ങളുടെ ഇടയിൽ കൂടിയും ബീഡിങ്ങളുടെ ഇടയിൽ കൂടിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ മെയിനായിട്ട് ഇങ്ങനെയാണ് വെള്ളം കയറണത്. ഇങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ വിനയൽ മാറ്റ് ആണെങ്കിൽ അടിയിൽ വെള്ളം കിടക്കും. പിന്നെ ഇത് പുഴയിലെ കടലിലെ വെള്ളമാണിത്. പൊതുവെ ഇപ്പോൾ വളപ്പ് ബീച്ചിലാണ്. അപ്പോൾ അവിടുത്തെ വെള്ളമൊക്കെ ആകുമ്പോൾ ഉപ്പുണ്ടാവും. ബീച്ചുകളിലെയും അതേപോലെ പുഴകളിലെയും വെള്ളങ്ങളിലൊക്കെ ഉപ്പുണ്ടാവും. ആ ഉപ്പ് കയറി പിടിച്ചാലും പെട്ടെന്ന് തുരുമ്പ് പിടിക്കും. അതിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞാണ്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് പുതിയ വണ്ടികളിൽ വെള്ളം കയറില്ല, പഴയ വണ്ടികളാണെങ്കിൽ കയറുള്ളൂ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം വേറൊരു കാരണം കൂടിയുണ്ട്. പുതിയ വണ്ടികൾ ഒരിക്കലും ഒരാളും ഇതേപോലുള്ള സ്ഥലങ്ങളിലോട്ട് കയറ്റിക്കൊണ്ട് പോകില്ല. പഴയ വണ്ടികളാണെങ്കിൽ ഇപ്പോൾ നമ്മൊരു 50,000 രൂപ താഴെ കിട്ടുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനോട് വലിയ ഇതൊന്നും ഉണ്ടാവില്ല. ഇതും ഒരു 10 ലക്ഷം രൂപ കൊടുത്ത് മേടിക്കുന്ന വണ്ടി, 50,000 രൂപ താഴെ കിട്ടുന്ന വണ്ടികളൊക്കെ വെച്ച് നോക്കിയാൽ നമ്മൾ ചിലപ്പോൾ ഓടിച്ച് പോകും. ചിലപ്പോൾ എന്നല്ല, നോക്കുന്നില്ല. പിന്നെ ഈ വണ്ടിനെ പറ്റി നമുക്കൊന്നും അങ്ങനെ നോക്കേണ്ട കാര്യമില്ല എന്നുള്ള സിറ്റുവേഷനിലുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഓടിച്ചിട്ടും പോകും. അത് നോക്കിയിട്ട് കാര്യമില്ല. പിന്നീടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നല്ലെങ്കിൽ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് പുതിയ വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ പുതിയ വണ്ടി അതേപോലത്തെ വെള്ളത്തിൽ കൂടിയൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളിലെ കൂടിയൊക്കെ നമ്മൾ സൂക്ഷിക്കാണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ, ഒന്നല്ലെങ്കിൽ അത് ആ കൊണ്ടുപോകണവൻ മേടിച്ച കാറായിരിക്കില്ല, അവൻ പണിയെടുത്ത് മേടിച്ച കാറായിരിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും സ്വന്തക്കാരുടെ, അല്ല വലിയച്ഛൻ്റെ മോൻ്റെ വണ്ടിയോ കുഞ്ചൻ്റെ മോൻ്റെ വണ്ടിയോ അങ്ങനത്തെ ആരുടെയെങ്കിലും വണ്ടിയൊക്കെ ആയിട്ടായിരിക്കും പോണത്. അല്ലാണ്ട് നമ്മൾ വണ്ടിയുടെ ഓണർ പുതിയ പൈസ കൊടുത്ത് മേടിച്ചൊരു വണ്ടി ആ ഓണറാണെങ്കിൽ ആ വണ്ടി ഓടിക്കണത്, അവൻ ഒരിക്കലും ആ വണ്ടി അതിലെടുക്കൂല, 100%. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുതിയ വണ്ടികളിൽ കയറാൻ സാധ്യത കുറവാണ്. പുതിയ വണ്ടികൾ ഇതേപോലെ ആരും ഇറക്കൂല. അല്ലെങ്കിൽ ഇതേപോലെ വലിയച്ഛൻ്റെ മോൻ്റെ കുഞ്ഞച്ഛൻ്റെ മോൻ്റെ ആരുടെയെങ്കിലും വണ്ടിയൊക്കെ മേടിച്ചിട്ട് പോയിട്ട് വണ്ടി കൊണ്ട് ഇറക്കി കൊണ്ടുവരും. അല്ലാണ്ട് സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ, അതാണ് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത്, പുതിയ വണ്ടികൾ ആരും അങ്ങനെ ഇറക്കാറില്ല. പിന്നെ ഇറക്കോട്ടെ വേറെ ആൾക്കാർ. പിന്നെ ഇറക്കണ വേറെ ആൾക്കാരൊക്കെയെന്ന് അറിയാമോ? CC മുടങ്ങിയിരിക്കണ വണ്ടിയൊക്കെ ഇല്ലേ, എന്തായാലും CC-ക്കാർ കൊണ്ടുപോകും. അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഇറക്കോട്ടാ. അത് പഴക്കമൊന്നും നോക്കണ്ട. നോർമലി ഞാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ലോട്ടാ, ഞാനത് ഇതാക്കി പറഞ്ഞല്ല. നമ്മൾ ഒരു സ്ഥലത്തും കൊണ്ട് ആവശ്യമില്ലാണ്ട് വണ്ടികളൊന്നും ഇപ്പോൾ അങ്ങനെയുള്ള പുഴകളിൽ അങ്ങനെയൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഈ തുരുമ്പ് മാത്രമല്ല, ഇലക്ട്രിക്കൽ പരമായിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടി എല്ലാ വണ്ടികളിലും എന്നല്ല, ചില വണ്ടികളിലൊക്കെ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇലക്ട്രിക്കൽ പരമായിട്ടാണ്, മെക്കാനിക്കൽ പരമായിട്ടാണ് സാധനങ്ങളൊക്കെ അടിയിൽ കൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒന്ന് സൂക്ഷിക്കണം, നല്ലതായിരിക്കും. സൂക്ഷിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടി നമ്മുടെ കൂടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ പെട്ടെന്ന് സ്ക്രാപ്പിന് കൊടുക്കേണ്ടി വരും.